നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്ന ഒരു നട്ട് മിൽക്ക് മേക്കർ ആണ്. നട്ട് മിൽക്ക് മേക്കറിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നട്ട് മിൽക്ക് മേക്കർ. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് എടുക്കും, അതേപോലെ തന്നെ ബദാമിന്റെ മിൽക്ക് എടുക്കുക. ഇതിനൊക്കെ കുറച്ച് പ്രോസസ്സിങ് കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഇതൊക്കെ പിഴിഞ്ഞൊക്കെ എടുക്കണമെന്ന് ആ ഒരു കാര്യം ഈ ഒരു മിൽക്ക് മേക്കർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അഗാരോ റീജൻസി ഓട്ടോമാറ്റിക് നട്ട് മിൽക്ക് മേക്കർ ആണ്. ഇത് ഉപയോഗിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വീഗൻ മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ മിൽക്ക് മേക്കർ വരുന്നത് 600 വാട്ട്സിന്റെ മോട്ടറിനൊപ്പമാണ്. ഇതിൽ പല രീതിയിലുള്ള വീഗൻ മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജ്യൂസസ് ഉണ്ടാക്കാൻ പറ്റും, വെള്ളം ചൂടാക്കാൻ പറ്റും, അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഒരു മിൽക്ക് മേക്കറിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഇതിന്റെ ഉള്ളിലെ പോർഷന് 600 ml കപ്പാസിറ്റി ഉണ്ട്. മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിലുള്ള ബ്ലേഡും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഷാർപ്പ് ആയിട്ടുള്ള ബ്ലേഡ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള വീഗൻ മിൽക്ക് നമുക്ക് ഈ ഒരു മിൽക്ക് മേക്കർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ മുകളിലത്തെ ലിഡിൽ സ്റ്റീം വെന്റ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് നൽകിയിട്ടുണ്ടെന്ന് നോക്കാം. ഇതിന്റെ സൈഡിൽ നൽകിയിട്ടുള്ള സ്ക്രീനിൽ തന്നെ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലീൻ നട്ട് മിൽക്ക്, വാട്ടർ, ജ്യൂസ്, സോയ മിൽക്ക്, അങ്ങനെ പല ഫംഗ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ ഫംഗ്ഷനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സെയിം ബട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണോ ഉപയോഗിക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഓപ്ഷൻ സ്റ്റാർട്ട് ആവും. എപ്പോൾ വേണമെങ്കിലും ഫംഗ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഈ സെയിം ഫംഗ്ഷൻ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാനും സാധിക്കും. ഇനി ഏതെങ്കിലും ഫംഗ്ഷൻ പ്രീ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീസെറ്റ് ടൈമർ ബട്ടൺ യൂസ് ചെയ്യാം. ഈ ടൈമർ 1 to 12 hour വരെ സെറ്റ് ചെയ്യാനും സാധിക്കും. ഈ നട്ട് മിൽക്ക് മേക്കറിനൊപ്പം ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള പവർ കേബിളും ലഭിക്കുന്നുണ്ട്. ഒപ്പം ഒരു 30 ml മെഷറിംഗ് കപ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലീനിങ് ബ്രഷും ലഭിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് ജാറിന്റെ ഉൾവശവും ബ്ലേഡും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യം കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ കുറച്ച് കോക്കനട്ട് ചെറിയ പീസായി അരിഞ്ഞ് ഇതിനുള്ളിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. കുറഞ്ഞത് മിനിമം ലെവൽ വരെയെങ്കിലും വെള്ളം വേണം. കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലെവൽ വരെ വെള്ളം ഒഴിക്കാം. ഇനി ഈ ലിഡ് ഇതിൽ നൽകിയിട്ടുള്ള ആരോ അലൈൻ ചെയ്ത് ലോക്ക് ചെയ്യാം. അതിനുശേഷം ഫംഗ്ഷൻ സെലക്ട് ചെയ്യണം. ഞാൻ കോക്കനട്ട് മിൽക്കിന്റെ നട്ട് മിൽക്ക് ഓപ്ഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫംഗ്ഷനും ഓട്ടോമാറ്റിക്കായി ഒരു ടൈമും സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ആ നൽകിയിട്ടുള്ള ടൈം വരെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ടൈം കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോൾ ലിഡ് തുറന്ന് മിൽക്ക് നമുക്ക് സെർവ് ചെയ്യാനും സാധിക്കും. ആൽമണ്ട് മിൽക്ക് ആണ് ഇനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഇതേ പ്രോസസ്സിംഗ് തന്നെയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ആൽമണ്ടും വാട്ടറും ആഡ് ചെയ്തു. അതിനുശേഷം നട്ട് മിൽക്ക് ഓപ്ഷൻ ഇവിടെയും സെലക്ട് ചെയ്തു. 15 മിനിറ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൽമണ്ട് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. മിൽക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്ന കാര്യവും മറക്കണ്ട. ഇത് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കാനും സാധിക്കും. ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഫംഗ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മിനിറ്റ് കൊണ്ട് ചൂടുവെള്ളം റെഡി ആയിട്ട് കിട്ടും. ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ മിൽക്ക് മേക്കറിൽ സെൽഫ് ക്ലീനിന്റെ ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഇതിലേക്ക് ആഡ് ചെയ്യണം. 1 ml ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇതിൽ നൽകിയിട്ടുള്ള ക്ലീൻ ഫംഗ്ഷൻ സെലക്ട് ചെയ്താൽ 1 മിനിറ്റ് കൊണ്ട് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ക്ലീനിങ് ഇതിനുള്ളിൽ നടക്കും. അതിനുശേഷം സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന രീതിയിൽ ഇതിന്റെ ലിഡ് കഴുകാം. മിൽക്ക് മേക്കറിന്റെ അകവും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം. ഇനി ഇതിന്റെ പുറത്ത് പറ്റിയിരിക്കുന്ന അഴുക്കൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ടാൽ മതി. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് പ്രസന്റ് ടൈമിലെ പ്രൈസ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ 6 മാസത്തിനോ 1 വർഷത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇതിലും കൂടുതലോ കുറവോ ആയിരിക്കും. അപ്പോൾ പ്രൈസിലുള്ള വേരിയേഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളുക. ഈ ഒരു വീഡിയോ മറക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.